നമസ്കാരം. ഇന്നത്തെ ഡോക്ടർ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആയ ഡോക്ടർ റോജ ജോസഫാണ്. ഡോക്ടർ നമ്മളുടെ റിനെ മെഡിസിറ്റി പാലാരിവട്ടത്തുള്ള ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ സ്വാഗതം. എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ക്യാൻസർ വരാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് സ്ക്രീനിങ് ആണ് ഏറ്റവും അധികം സഹായിക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പൊ സ്ക്രീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം അല്ലേ? ക്യാൻസറിനെ പേടിക്കേണ്ട കാര്യമില്ല, എസ്പെഷ്യലി അത് വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാല്. അപ്പൊ അങ്ങനെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന കാര്യമാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പൊ സ്ക്രീനിങ് സാധാരണ നിർദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു ക്യാൻസറിന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ പ്രായം, അതുപോലെ അവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ക്യാൻസറിന്റെ സാന്നിധ്യം, അതുപോലെ ചില വസ്തുക്കളോടുള്ള സമ്പർക്കം, അതായത് ഇപ്പം പുകവലിക്കുന്ന ആൾക്കാർ, മദ്യപാനികള്, അതുപോലെ ചില ഒക്യുപ്പേഷണൽ എക്സ്പോഷേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ സ്ക്രീനിങ് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഡോക്ടർ നിങ്ങളോട് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്നല്ല, പക്ഷെ അത് ഭാവിയിൽ സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. അത് ഏർലി സ്റ്റേജിൽ വല്ലതും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചാൽ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാൻ സഹായിക്കുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് സ്ക്രീനിങ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ അങ്ങനെ സ്ക്രീനിങ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ക്യാൻസറുകൾക്കാണ് സ്ക്രീനിങ് ടെസ്റ്റുകൾ നമ്മൾ അഡ്വൈസ് ചെയ്യുക. ഉദാഹരണം സ്തനാർബുദം, ഗർഭാശയമുഖത്തെ ക്യാൻസറുകൾ, അതുപോലെ ലങ് ശ്വാസകോശ അർബുദം, അതുപോലെ വായിലെ ക്യാൻസറുകൾ. അതൊക്കെയാണ് ഇന്ത്യ ഗവൺമെന്റും അപ്രൂവ് ചെയ്തിട്ടുള്ള സ്ക്രീനിങ്. അപ്പൊ സ്തനാർബുദത്തിൽ വരുന്നത് നമ്മൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകള് വർഷം തോറും മാമോഗ്രാം ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചാല് വളരെ ഏർലി സ്റ്റേജ് 1 ഒക്കെ കണ്ടുപിടിച്ചാല് അത് നീക്കം ചെയ്ത് വളരെ മിനിമം ട്രീറ്റ്മെന്റ് ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ അതാണ് സ്തനാർബുദത്തിന്റെ കാര്യത്തില്. അതേസമയം സ്തനാർബുദം പാരമ്പര്യമായിട്ട് വരുന്നത്, അതായത് ചില ജനിതക തകരാറുകൾ ഉണ്ടാവും, BRCA1 BRCA2 മ്യൂട്ടേഷനൊക്കെ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടെ ചെറിയ പ്രായത്തില്, അതായത് സാധാരണ ഒരാൾക്ക് 40 വയസ്സിലാണ് ചെയ്യേണ്ടതെങ്കിൽ സ്തനാർബുദം ഈ ജനിതകമായി വരുന്നവര് ഒരു 18 വയസ്സ് തൊട്ട് നമ്മൾ അലേർട്ടായിരിക്കണം. സ്ക്രീനിങ് ടെസ്റ്റുകൾ, അത് നമ്മൾ എക്സ്റേ മാമോഗ്രാം ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഇപ്പൊ നമ്മള് അൾട്രാസൗണ്ട് കൊണ്ടുള്ള മാമോഗ്രാമോ അല്ലെങ്കിൽ MRI ബേസ്ഡ് ആയിട്ടുള്ള മാമോഗ്രാമോ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അത് ഈ പ്രായം അനുസരിച്ച് മാമോഗ്രാമില് വ്യത്യാസങ്ങളുണ്ടല്ലേ ചെയ്യുന്ന രീതിക്ക്? എന്ന് പറഞ്ഞാല് ചെറിയ ആൾക്കാരുടെ ബ്രസ്റ്റുകള്, സ്തനങ്ങൾ കുറച്ച് ഡെൻസ് ആയിരിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് ചേഞ്ചസ് എക്സ്റേ മാമോഗ്രാം വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഈ എക്സ്റേ മാമോഗ്രാം നമ്മൾ സജസ്റ്റ് ചെയ്യാത്തത്. അതിന് MRO അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ബേസ്ഡ് സ്ക്രീനിങ്ങോ ആണ് ചെയ്യല്. ഈ ഗർഭാശയമുഖ ക്യാൻസറിനാണെങ്കിൽ നമ്മൾ എന്ത് തരം സ്ക്രീനിങ് ആയിരിക്കും ചെയ്യുക? ഗർഭാശയമുഖ ക്യാൻസറിന് നമ്മൾ പാപ്സ്മിയർ ആണ് യൂഷ്വലി പറയാറ്. അതുപോലെ HPV DNA അതിന്റെ അളവും ചെക്ക് ചെയ്ത് നോക്കും. അത് 21 വയസ്സ് മുതൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത് 21 തൊട്ട് ഒരു 29 വയസ്സ് വരെ എല്ലാ 3 വർഷവും പാപ്പ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം ഒരു 60 വയസ്സ് വരെ HPV DNA ടെസ്റ്റും ചെയ്ത് നോക്കാം. എല്ലാ 5 വർഷവും HPV DNA, അതുപോലെ എല്ലാ 3 വർഷവും പാപ്പ് ടെസ്റ്റ്. ഈ HPV DNA ചെയ്തു കഴിഞ്ഞാൽ അടുത്തൊരു 5 വർഷത്തേക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയാണോ നമ്മൾ അനലൈസ് ചെയ്യുന്നത്? അതാണ് അതിന്റെ ഏർലി ചേഞ്ചസ്, HPV വൈറസിന്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പാപ്പ് ടെസ്റ്റ് വഴി ആ സെല്ലുകൾ എടുത്ത് പരിശോധിക്കുകയും അതിലുള്ള ചേഞ്ചസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓരോ പാപ്സ്മിയർ ടെസ്റ്റിന് ശേഷം അടുത്തത് എന്നാണ് ചെയ്യേണ്ടതെന്ന് ആ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തായിരിക്കും അല്ലേ? റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഡിസൈഡ് ചെയ്യുക. അതിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ 3 വർഷമാണ് സാധാരണ നമ്മൾ പറയുന്നത്. അതുപോലെ ഈ മാമോഗ്രാം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്, അത് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത പറയാം. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇയർലി മാമോഗ്രാം തന്നെയാണ് അഡ്വൈസ് ചെയ്യുക. Are you ready to take control of your health? Watch Dr. Live, India's first 24/7 health news broadcasters.